KSRTCയിൽ ഒരു ടൂറ് ഇങ്ങനെ ഒരു സ്കീമുള്ളപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ മോശമല്ലേ? അങ്ങനെ കൊടും കാടും വന്യമൃഗങ്ങളും കോടമഞ്ഞും തേയിലത്തോട്ടമൊക്കെ കാണാനായിട്ട് ഞാനും ഉമ്മച്ചിയും കൂടെ ഇന്ന് പോകുന്നത് മലക്കപ്പാറയ്ക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കണ്ടക്ടർ ഏട്ടൻ. ആള് ഫുൾ വൈബാണ്. നമുക്ക് ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും എല്ലാം നല്ലൊരു ഫ്രീഡം ആ ഒരു വണ്ടിക്കകത്ത് പുള്ളി ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ സ്പോട്ടായിട്ടുള്ള തുമ്പൂർ മൊഴിയിലാണ് കേട്ടോ എത്തിയത്. രണ്ട് ഡിസ്ട്രിക്റ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം വ്യൂവും പാർക്കും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടായിട്ടുള്ള അതിരപ്പള്ളിയിലാണ് വന്നത്. ഈ ഒരു സ്ഥലത്ത് മഴ കാരണം ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വാഴച്ചാലിലേക്കാണ് പോയത്. നല്ല മഴ പെയ്യുന്ന കാരണം ഓൾറെഡി നല്ല വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് വരുന്നുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഏകദേശം ഒരു 60 കിലോമീറ്ററോളം കൊടും കാടാണെന്നാണ് കേട്ടോ കണ്ടക്ടറേട്ടൻ പറഞ്ഞത്. അവിടെ വെച്ച് നമ്മൾ ഒരു ആനേനെയൊക്കെ കാണാൻ പറ്റിയേ. ഉച്ച സമയം ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല രീതിക്ക് കോട ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ മഴയാണെങ്കിൽ അത് വേറെ. കണ്ടക്ടറേട്ടൻ ഫുൾ ഓൺ ആണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. ആള് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ചുമ്മാ വൈബായിട്ട് നിന്നോളും. നമ്മൾ പല പല സ്ഥലത്തു നിന്ന് വരുന്നവരാണെങ്കിലും ആ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും ഒരേ ഫാമിലി പോലെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും മലക്കപ്പാറ എത്തി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഷോളയാർ ഡാം കാണാൻ വന്നു കേട്ടോ. ഡാമിൽ കാണാൻ വന്നപ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി വെള്ളം കുറവായിരുന്നു, പക്ഷെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ വെച്ച് കിട്ടിയ 2 ചേച്ചിയും ഒരു ചേട്ടനുമാണ് കേട്ടോ ഇത്. അവർ നല്ല അടിപൊളി ആൾക്കാരാണ്. ഞങ്ങൾ ഫുൾ ടേക്ക് കെയർ ചെയ്തിരുന്നത് അവരാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ തേയിലത്തോട്ടമൊക്കെ കണ്ട് രാത്രി നേരെ വീട്ടിലേക്ക്.